CJP സമരത്തെ മുൻനിർത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള രാഹുലിന്റെ ഗൂഢാലോചനയ്ക്കെതിരെ മോദി സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലി സംഘടിപ്പിച്ചു. ഒരുപാട് പാർട്ടികൾ വന്നിട്ടുണ്ടെന്നും അതിനെയെല്ലാം നേരിട്ടിട്ടുണ്ടെന്നും റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന CJP പ്രതിഷേധം രാജ്യത്തിനെതിരെ തിരിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തി മോദി സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. സമാധാനപരമായി നടന്ന പാറ്റ സമരം അക്രമാസക്തമായത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ മൂലമാണെന്ന് ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. അതുവരെ സമാധാനപരമായി പോയ സമരം എങ്ങനെ അക്രമാസക്തമായി? അവിടെ ഹിന്ദുത്വം തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യം പിന്നെ എങ്ങനെ വന്നു? മോദിയെ കൊല്ലുമെന്ന് ഉള്ള ഭീഷണി പിന്നെ എങ്ങനെ വന്നു? പാകിസ്ഥാൻ അനുകൂലമായ മുദ്രാവാക്യങ്ങൾ പിന്നെ എങ്ങനെ വന്നു? ഒരുപാട് പാർട്ടികൾ വന്നിട്ടുണ്ട്, ഒരുപാട് രാഹുൽ ഗാന്ധിമാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് അർബൻ നക്സലുകളെ കണ്ടിട്ടുണ്ട്. ഞങ്ങള് പരാജയപ്പെടാൻ പോകുന്നില്ല. പൂർവാധികം ശക്തിയോടെ ഞങ്ങള് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് കണ്ടെത്തിയത് മോദി സർക്കാർ തന്നെയാണ്. CBI അന്വേഷണം പ്രഖ്യാപിച്ചു കുറ്റക്കാരെ ഉടൻ പിടികൂടുകയും ചെയ്തു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് SSLC പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത്. അന്ന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്നും K. സുരേന്ദ്രൻ ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച PSC പരീക്ഷാ പേപ്പർ ചോർന്നു. അതിനെതിരെ ആരും പ്രതിഷേധിച്ച് കണ്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുത്തത്. ജനം, കോഴിക്കോട്.